ഓരോ ഘട്ടത്തിലും ഇപ്പം BJP RSS രൂപീകരിക്കുന്ന ഘട്ടം 1925 എല്ലാ ഘട്ടത്തിലും RSS കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? എന്നാൽ 1957 67 കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോ RSSുമായിട്ട് പരസ്പരം ചേർന്നില്ലേ? അത്ര കണ്ടാൽ മതി. RSS വർഗീയവാദികളാണല്ലോ. 1900 സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും. ഞങ്ങൾക്കൊരു ഭയമില്ല, തെല്ല് ഭയമില്ല. ഞാൻ പറഞ്ഞു വരാം, വർഗീയ ശക്തികൾ ഇന്ത്യയുടെ പല മേഖലയിലും അതിശക്തമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു പ്രത്യാഘാതം ഗാന്ധിവധമാണ്. ഗാന്ധിവധത്തിന് ശേഷം RSS പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു. പക്ഷെ കോൺഗ്രസ് തന്നെ പിന്നീട് അതിനെ അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോയി. തുടർന്ന് അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ വന്നാൽ പിന്നെ അർദ്ധഫാസിസത്തിന്റെ രീതിയിലേക്ക് വന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും മാറ്റം നോക്കേണ്ടിയുണ്ടോ? ഫാസിസത്തിന്റെ അവസാനം വരുത്തുക എന്നുള്ളതാണല്ലോ പിന്നെ മുദ്രാവാക്യം. അങ്ങനെ വരുമ്പോൾ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ യോജിക്കാവുന്നവരെല്ലാമായി യോജിച്ചില്ലേ കേരളത്തിലും ഇന്ത്യയിലും? അല്ല, ഇപ്പൊ RSSനോട് കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും അതൊരു നെസസിറ്റി ആയിരുന്നു. പക്ഷെ നെസസിറ്റിയാണ് പ്രശ്നം. അല്ല, അപ്പൊ അന്ന് CPMന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ജയപ്രകാശ് നാരായണൻ ഞാൻ ഫാസിസ്റ്റ് ആണ്, RSS ഫാസിസ്റ്റ് ആണെങ്കിൽ എന്ന് പ്രഖ്യാപിച്ചു. സുന്ദരയ്ക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പല കാര്യങ്ങളുണ്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയോട് ചേർന്നപ്പോൾ അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ എടുത്ത നിലപാട് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ളതായിരുന്നു. അല്ല, അന്ന് അടിയന്തരാവസ്ഥയെങ്കിലും ഉണ്ട്. പിന്നെ 96 ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചപ്പോൾ അടിയന്തരാവസ്ഥ ഇല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ പിന്തുണക്കുന്നു.